റിപ്പോർട്ട് ബ്രേക്കിംഗ്. എറണാകുളത്ത് കഴിഞ്ഞ വർഷം മരിച്ച അധ്യാപികയ്ക്ക് പരീക്ഷാ ചുമതല നൽകി. എറണാകുളത്ത് കഴിഞ്ഞ വർഷം മരിച്ച അധ്യാപികയ്ക്ക് പരീക്ഷാ ചുമതല നൽകി ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ വിചിത്രമായ നടപടി. കാർ അപകടത്തിൽ മരിച്ച റസി ടൈറ്റസിന് ചുമതല നൽകിയാണ് ഉത്തരവിറക്കിയത്. പെരുമ്പാവൂർ കീഴിലം സെന്റ് തോമസ് HSSലെ ടീച്ചറായിരുന്നു റസി. കഴിഞ്ഞ വർഷം ഏപ്രിൽ 25-നായിരുന്നു റസിയുടെ മരണം. സ്കൂളിൽ നിന്ന് റസിയുടെ പേര് ഒഴിവാക്കിയെങ്കിലും ഡ്യൂട്ടി പട്ടികയിൽ ഉൾപ്പെടുകയായിരുന്നു. സാങ്കേതിക പ്രശ്നമെന്നാണ് ഡയറക്ടറേറ്റിന്റെ വിശദീകരണം. ആദിൽ പാലോട് ഡ്യൂട്ടി കൊടുത്ത് പുനർജീവിപ്പിക്കുമോ മനുഷ്യരെ? എന്തായാലും വിചിത്രമായ സംഭവമായി പോയി. ഇതൊന്നും ശ്രദ്ധിക്കാതെ പറ്റിപ്പോയ ഒരു അബദ്ധമായിരിക്കും അല്ലേ ആദിൽ? അരുൺകുമാർ, സാധാരണഗതിയിൽ ഈ ഡ്യൂട്ടി കൊടുക്കുന്നത് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഒക്കെ പരീക്ഷാ ഡ്യൂട്ടി കൊടുക്കുന്നത് സ്കൂളിൽ നിന്നും ഒരു പോർട്ടൽ വഴി ഇത് അപ്ലോഡ് ചെയ്യുന്നു, പേര് അപ്ലോഡ് ചെയ്യുന്നു. പിന്നീട് ഡയറക്ടറേറ്റിൽ നിന്ന് പട്ടികയായി ഇറങ്ങുകയാണ് പതിവ്. ഇത്തവണ കീഴിലം സ്കൂളിൽ ഈ അധ്യാപിക മുൻപ് പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഈ അധ്യാപികയുടെ പേര് ഒഴിവാക്കി, റസി ടൈറ്റസിന്റെ പേര് ഒഴിവാക്കിയാണ് ഈ പോർട്ടലിൽ പേര് ചേർത്തത് എന്നാണ് സ്കൂൾ പറയുന്നത്. പക്ഷേ പട്ടിക വന്നപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപ്ലോഡിംഗ് വെച്ചാണ് ഇത് ചെയ്തത് എന്നാണ് ഇപ്പോൾ ഡയറക്ടറേറ്റിന്റെ വിശദീകരണം. സാങ്കേതികമായ ഇങ്ങനെ ഒരു പ്രശ്നം വന്നുപോയി എന്നുള്ളതാണ്. പക്ഷേ മരിച്ച ഒരു ടീച്ചറെ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്തിന് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അനാസ്ഥയ്ക്കെതിരെ ഒരു പ്രതിഷേധം ഈ അധ്യാപക സംഘടനകളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷം ഏപ്രിൽ 25-നാണ് റസി ടൈറ്റസ് മരിക്കുന്നത്. വാഹനാപകടത്തിലാണ് മരിച്ചത്. എന്നാലും അടുത്ത വർഷത്തെ പരീക്ഷാ ഡ്യൂട്ടിക്കും വിചിത്രമായ ഒരു പട്ടിക പുറത്തിറങ്ങിയപ്പോൾ ആ പട്ടികയിൽ റസി ടൈറ്റസിന്റെ പേര് ഉൾപ്പെട്ടിരിക്കുന്നു. വളയൻചിറങ്ങര HSSലെ ഡെപ്യൂട്ടി ചീഫായി പരീക്ഷാ ചുമതലയ്ക്കാണ് റസി ടൈറ്റസിനെ ചുമതലപ്പെടുത്തിയത്. ഏതായാലും ഉത്തരവ് മാറ്റുമെന്നും പ്രത്യേക ക്രമീകരണം ഒരുക്കുമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഡയറക്ടറേറ്റിൽ നിന്ന് പുറത്തു വരുന്നത്. ആരും താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദിൽ പാലോടാണ് നമുക്കൊപ്പം ചേർന്നത്.